നമസ്കാരം. പ്രവാസ ലോകത്തിലേക്ക് സ്വാഗതം. അവസരങ്ങളോടൊപ്പം അതേ അളവിൽ തന്നെ ആപത്തും വെല്ലുവിളികളും നിറഞ്ഞതാണ് വിദേശവാസം. ഒരു ജീവിതമാർഗത്തിനുള്ള വഴി കണ്ടെത്തുമ്പോൾ രണ്ടാമതൊന്നും ആലോചിക്കാതെയുള്ള യാത്രയാണ് പലപ്പോഴും മടങ്ങി വരാൻ പോലും ആകാത്തത്ര വലിയ ആപത്തിലേക്ക് നമ്മെ തള്ളിവിടുന്നത്. മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാകട്ടെ ഓരോ വിദേശയാത്രയും. ഈ ഓർമ്മപ്പെടുത്തലോടെ പ്രവാസ ലോകത്തിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ ആരംഭിക്കുകയാണ്. ഒരിക്കൽ കൂടി സ്വാഗതം എല്ലാ മാന്യ പ്രേക്ഷകർക്കും പ്രവാസ ലോകത്തിലേക്ക്. കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശിയായ ഷൈല ജമാലുദ്ദീൻ 1.5 വർഷം മുൻപാണ് വീട്ടുജോലിക്കാരിയായി സൗദി അറേബ്യയിലെത്തിയത്. വിധവയും 2 കുട്ടികളുടെ അമ്മയുമായ ഷൈലയ്ക്ക് ജീവിതത്തിലെ ദുരിതങ്ങൾക്ക് ഒരു പരിഹാരമാകും ഈ ജോലി എന്ന് കരുതിയാണ് സൗദിയിൽ എത്തിയത്. എന്നാൽ സ്പോൺസറായ സൗദി പൗരൻ ഷൈലയെ സ്വന്തം വീട്ടിൽ ജോലിക്ക് നിർത്തുന്നതിന് പകരം മറ്റൊരു വീട്ടിലേക്ക് ജോലിക്ക് അയച്ചു. ആ വീട്ടുടമസ്ഥന്റെ കയ്യിൽ നിന്ന് നല്ലൊരു തുക വാങ്ങിയ ശേഷം ഷൈലയ്ക്ക് പറഞ്ഞ ശമ്പളത്തിന്റെ 4/1 തുക ശമ്പളമായി നൽകി. 4 മാസത്തിന് ശേഷം ഒരു വീട്ടിലും പിന്നീട് 6 മാസങ്ങൾക്ക് ശേഷം മറ്റൊരു വീട്ടിലും മാറി മാറി ജോലിക്ക് കൊണ്ടുചേർത്ത സൗദി പൗരൻ പിന്നീട് ഷൈലയ്ക്ക് ശമ്പളം നൽകാതെയായി. ശമ്പളം ചോദിച്ചപ്പോൾ ദേഹോപദ്രവം ഏൽപ്പിക്കാൻ തുടങ്ങി. സഹികെട്ട ഷൈല വീട്ടുകാരുടെ കണ്ണുവെട്ടിച്ച് പുറത്തു ചാടി വനിതാ തർഹീലിൽ അഭയം തേടുകയായിരുന്നു. തർഹീൽ അധികൃതർ അറിയിച്ചതിനെ തുടർന്ന് നവയുഗം സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തക മഞ്ജു മണിക്കുട്ടൻ ഷൈലയുമായി നേരിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കി. തുടർന്ന് മഞ്ജു മണിക്കുട്ടൻ നവയുഗം ജീവകാരുണ്യ പ്രവർത്തകരായ ഉണ്ണി പൂച്ചെടിയിൽ, മണിക്കുട്ടൻ പെരുമ്പാവൂർ, ഷാജി മതിലകം, ഷിബുകുമാർ തിരുവനന്തപുരം എന്നിവരുമൊത്ത് സ്പോൺസറുമായി സംസാരിച്ചെങ്കിലും അവർ തർഹീലിൽ വരാനോ പാസ്പോർട്ട് കൈമാറാനോ തയ്യാറായില്ല. തുടർന്ന് നവയുഗം പ്രവർത്തകർ വിഷയം ഇന്ത്യൻ എംബസിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. എംബസി ഉദ്യോഗസ്ഥരായ സയ്യിദ് മണിപ്പാൽ, എംബസി വോളണ്ടിയർ എബ്രഹാം വലിയകാല എന്നിവർ പ്രശ്നത്തിൽ ഇടപെട്ട് എംബസി വഴി ഷൈലയ്ക്ക് ഔട്ട് പാസ് തരപ്പെടുത്തി എക്സിറ്റ് അടിക്കുകയും ചെയ്തു. കഴിഞ്ഞ 20 വർഷത്തെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങുന്ന ദമാം നവോദയ സാംസ്കാരിക വേദിയുടെ ആദ്യകാല പ്രവർത്തകനും കേന്ദ്ര കമ്മിറ്റി അംഗവുമായ വണ്ടൂർ ഉണ്ണിക്ക് വികാരഭരിതമായ യാത്രയയപ്പ് നൽകി. മെറാമിക്സ് കമ്പനിയിൽ പർച്ചേസ് മാനേജറായി ജോലി ചെയ്തു വരുന്ന വണ്ടൂർ ഉണ്ണി മികച്ച കലാകാരനും സംഘാടകനുമാണെന്ന് യാത്രയയപ്പ് യോഗത്തിൽ സംസാരിച്ചവർ അഭിപ്രായപ്പെട്ടു. കേന്ദ്ര കമ്മിറ്റി പ്രസിഡന്റ് സിദ്ദിഖ് കല്ലായി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ EM കബീർ, MM നവീം, ആസാദ് തിരൂർ, സുധീഷ് തൃപ്രയാർ, ജിൻസ് ലൂക്കോസ്, ഹനീഫ മൂവാറ്റുപുഴ തുടങ്ങിയവർ സംസാരിച്ചു. വണ്ടൂർ ഉണ്ണിക്കുള്ള നവോദയ ഉപഹാരം രക്ഷാധികാരി ആസാദ് തിരൂർ കൈമാറി. കഴിഞ്ഞ 15 വർഷമായി മസ്കറ്റ് മുനിസിപ്പാലിറ്റിയിൽ ജോലി ചെയ്തിരുന്ന കൊല്ലം സ്വദേശി സുലൈമാൻ 2009 കരിപ്പൂർ വിമാനത്താവളത്തിലെത്തിയതായി ഭാര്യയ്ക്ക് വിവരം ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ഇതുവരെ സുലൈമാൻ വീട്ടിലെത്തിയിട്ടില്ല. ഭാര്യ സുലേഖത്ത് 3 മക്കളുമായി സുലൈമാനെ കാത്തിരിക്കുകയാണ് ഇന്നും. സുലൈമാനെ തേടി സഹോദരനും സഹോദരിയും ഭാര്യയോടൊപ്പം പ്രവാസ ലോകത്തിലെത്തിയിരിക്കുന്നു. ഇദ്ദേഹത്തെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. നാട്ടിൽ പോയിട്ട് ഫെബ്രുവരി 3-ാം തീയതി ആയപ്പോൾ 8 വർഷം കഴിഞ്ഞു. പിന്നെ 2.5 വർഷം മസ്കറ്റിൽ നിന്ന് ഇപ്പം ഈ സെപ്റ്റംബർ 18 ആകുമ്പോൾ 6 വർഷമാവും കരിപ്പൂർ വന്നിറങ്ങിയിട്ട്. ഒരു പെങ്ങട മോനോടെ ഇവിടെ കൂടെ ജോലി ചെയ്തേ മുനിസിപ്പാലിറ്റിയിൽ. അപ്പോൾ അവിടുന്ന് കയറി 3-4 ദിവസം കഴിഞ്ഞപ്പോൾ ഇതുവരെ മാമ ഇവിടുന്ന് കയറി അങ്ങ് വന്നിട്ടുണ്ടോ എന്ന് വിളിച്ചു ചോദിച്ച്. അങ്ങനെയാണ് വീട്ടിൽ വന്ന് ഇങ്ങനെ തിരിച്ചതായിട്ട് വിവരം കിട്ടുന്നത്. അങ്ങനെ അത് വെച്ച് ഒരാഴ്ച വരെയൊക്കെ കാത്തു നോക്കി ആൾ വരുന്നുണ്ടോന്ന്. അപ്പം ഞാൻ അറിയുന്നതുമില്ല, ബന്ധുക്കളൊക്കെ അറിഞ്ഞിട്ട് എന്നെ അറിയിപ്പിച്ചില്ല. നമ്മുടെ പെരുന്നാൾ തലേ ദിവസമായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ 10-15 ദിവസമൊക്കെ കഴിഞ്ഞിട്ട് കരിപ്പൂർ ആങ്ങളെയും മോനും ബന്ധുക്കളെല്ലാം പോയി അന്വേഷിച്ച് അവിടെ ഇറങ്ങിയതായിട്ട് ഡേറ്റ് എല്ലാം പറഞ്ഞു കൊടുത്തപ്പം അവിടെ ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നെ ആളിനെ കുറിച്ചൊരു വിവരവും കിട്ടിയിട്ടില്ല. ആളിവിടെ വെച്ച് മറ്റു കുഴപ്പമൊന്നുമില്ല. മക്കളോടായാലും എന്നോടായാലും എല്ലാം നല്ല സ്നേഹമൊക്കെ ഉള്ള ആളായിരുന്നു. അങ്ങനെ വഴിയില്ലല്ലോ. അതെ, പോയി അവിടെ വെച്ച് ഗൾഫിൽ പോയതിനു ശേഷം 1.5 വർഷം വരെ വീടുമായിട്ട് ബന്ധമുള്ളായിരുന്നു. 1.5 വർഷം വീട്ടിലെ യാതൊരു ബന്ധമില്ലാത്ത കാലഘട്ടത്തിലാണ് ദീർഘകാലം കഴിഞ്ഞു കൂടിയത് അല്ലേ? ഇപ്പൊ 15 വർഷത്തില് ഇപ്പൊ രണ്ടാമത് പോയതാ 8.5 വർഷം. 9 വർഷമായി. ആദ്യം പോയിട്ട് അത് കുഴപ്പമില്ല. 3 വർഷം 3.5 വർഷം ആകുമ്പോൾ ലീവിന് നാട്ടിൽ വരുമായിരുന്നു.
പിന്നീട് പോയിട്ടാണ് കുഴപ്പമായത്. ഇത് 3ാമത്തെ പോക്കിൽ 1.5 വർഷമായതിനു ശേഷം പിന്നെ വീടുമായിട്ട് ബന്ധപ്പെട്ടില്ല. അതിപ്പോ എത്ര കൊല്ലായി? ഇപ്പം 6.5 വർഷം കൊണ്ട് ഒരു ബന്ധവുമില്ല. അതിപ്പോ ഇവിടെ വന്ന് ഇറങ്ങിയിട്ട് 5.5 വർഷമായി. അപ്പൊ പുള്ളി നിങ്ങളായിട്ട് ബന്ധം മുറിച്ചതിന് ശേഷമാണ് നാട്ടിൽ വരുന്നത്. 1 വർഷം വരെ വേറെ എന്തെങ്കിലും ബന്ധം ഉണ്ടായിണ്ടാവണ്ടേ പുള്ളിക്ക്? ഒന്നും അറിയത്തില്ല. നമുക്ക് 1 വർഷം വരെ വീട്ടിൽ വിളിക്കത്തും പൈസ അയക്കത്തും. ഇയാൾക്ക് വേറെ എന്തെങ്കിലും ബന്ധങ്ങളും ഉണ്ടോ കോഴിക്കോടേറ്റോ? നമുക്കറിയത്തില്ല. ഉള്ളത് പറയും, ഒളിച്ചു വെച്ചിട്ട് കാര്യമൊന്നും ഇല്ല. നമുക്കൊരു അറിവും കിട്ടിയിട്ടില്ല. അറിവ് നിങ്ങളിപ്പോ എല്ലാരും അങ്ങനെ ഇറങ്ങിയെന്ന് പറയുമ്പോ ഇങ്ങനെ പറയും, അല്ലാതെ ആർക്കും തെളിവില്ല. അങ്ങനല്ല. പിന്നെ നെടുമ്പാശ്ശേരിയിൽ ഇറങ്ങിയതായിട്ട് റിപ്പോർട്ടുണ്ട്. നെടുമ്പാശ്ശേരിയിലല്ല, കരിപ്പൂര്. കരിപ്പൂര്. പിന്നെ എങ്ങോട്ട് പോയെന്നുള്ളത് ആർക്കും വ്യക്തമായിട്ട് അറിയത്തില്ല.